ഇത് യഥാർത്ഥത്തില് എന്താണെന്ന് ഒന്ന് പറയാമോ? ഇത് ബ്രിട്ടീഷുകാര് ഇന്ത്യയെ അധിനിവേശം ചെയ്തിരുന്ന കാലത്താണ് രാജ്യത്ത് കുഷ്ഠരോഗം വ്യാപിച്ചിരുന്നു. അപ്പോഴാണ് ഇന്ത്യയിൽ ക്രിസ്ത്യൻ മതപ്രചാരണത്തിനായി അയക്കപ്പെട്ട ഒരു പാദ്രി ഈ അവസരം ഉപയോഗപ്പെടുത്തി രോഗികളെ കണ്ടെടുത്തും അവരോട് പറഞ്ഞത്, നിങ്ങൾ ഈശോയുടെ ശരണത്തിൽ വരൂ, എല്ലാ കഷ്ടങ്ങളും മാറിപ്പോകും എന്ന്. നിഷ്കളങ്കരായ ഭാരതീയർ അവന്റെ കുടുക്കിൽ കുടുങ്ങാൻ തുടങ്ങി. മതപരിവർത്തനത്തിന്റെ ഈ പരമ്പര കുഷ്ഠരോഗം തടയുന്നതിനും സേവനത്തിനും പേരിൽ തുടരുകയായിരുന്നു. പിന്നെ ഒരു വലിയ തിരുമുറിഞ്ഞു. മറ്റുള്ളവരെ ക്രിസ്ത്യാനികളാക്കാൻ ശ്രമിച്ച ആ പാദ്രി ഇന്ത്യയിലെ ഹിമാചൽ പ്രദേശിലെത്തിയപ്പോൾ ഹിന്ദു സന്യാസിയായി മാറി. ഈ അമേരിക്കൻ മഹാത്മാവിന്റെ കഥ ആര്യ സമാജിന്റെ ചരിത്രത്തിൽ അമരമാണ്. നമസ്തേ ജി, ഞാൻ ഹർപ്രീത് കൗറാണ്. കഥ ഒരു ചർച്ചിൽ നിന്ന് ആരംഭിച്ച് ഒരു ആര്യ സമാജ ക്ഷേത്രത്തിൽ അവസാനിക്കുന്നു. അതായത് ഒരു അമേരിക്കൻ പാദ്രിയുടെ സ്വാർത്ഥത്തിൽ നിന്ന് ആരംഭിച്ച് ഒരു ആര്യ മഹാത്മാവിന്റെ ത്യാഗത്തിലെത്തി അവസാനിക്കുന്നു. അമേരിക്കയിലെ ഫിലഡൽഫിയയിൽ 84,088 ഓഗസ്റ്റ് 16 ജനിച്ച സമ്പന്നനായ അച്ഛന്റെ മകനായിരുന്നു മിസ്റ്റർ സാമുവൽ ഇവാൻ സ്റ്റോക്സ് ജൂനിയർ. പാദ്രിമാരുടെ മേൽനോട്ടത്തിൽ വളർന്ന സാമുവൽ ഇവാൻ സ്റ്റോക്സിന്റെ തീവ്രബുദ്ധിയെ കണ്ട് സന്തോഷിച്ച പാദ്രിമാർ അദ്ദേഹത്തിന് ഇന്ത്യയിലെ ക്രിസ്ത്യാനിത്വം പ്രചരിപ്പിക്കുന്നതിന്റെ പ്രധാന ഉത്തരവാദിത്തം ഏൽപ്പിച്ചു. ഇന്ന് നിന്ന് ഏകദേശം ഒരു 125 വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യ ഇംഗ്ലീഷുകാരുടെ അടിമയായിരുന്നു. വെറും 21 വയസ്സുള്ള സാമുവൽ ഇവാൻ സ്റ്റോക്സ് എന്ന ഈ ക്രിസ്ത്യാനി യുവാവ് ചർച്ച നൽകിയ ഉത്തരവാദിത്ത പ്രകാരം ക്രിസ്ത്യാനി യന്ത്രം പോലെ ഇന്ത്യക്കാരെ ഈശോയുടെ സന്ദേശം നൽകാനും ഹിന്ദുക്കളെ മതപരിവർത്തനം ചെയ്യാനും സ്റ്റോക്സിനെ ഇന്ത്യയിലേക്ക് അയച്ചു. സ്റ്റോക്സ് ആദ്യകാലങ്ങളിൽ മുംബൈയിലും പിന്നീട് രാജ്യത്തിന്റെ പല സമതല പ്രദേശങ്ങളിലും താമസിച്ചു. പക്ഷേ അത്യധികം ചൂട് കാരണം പിന്നീട് ഹിമാചലിലെ പർവ്വത പ്രദേശങ്ങളിലേക്ക് പോയി. ഹിമാചൽ പ്രദേശിലെ കോട്ട്ഗഡില് താനേദാറിൽ നിന്ന് 6 കിലോമീറ്റർ ദൂരത്തില് 1843 ഇംഗ്ലീഷുകാർ നിർമ്മിച്ച ഒരു ചർച്ച് ഉണ്ടായിരുന്നു. ഇവിടെ എത്തിയപ്പോൾ സാമുവൽ ഇവാൻ സ്റ്റോക്സിന് ചൂടിൽ നിന്ന് ആശ്വാസം ലഭിച്ചു. കൂടാതെ ഹിമാചലിലെ നിർമ്മലമായ മനസ്സുള്ള ആളുകൾക്ക് ക്രിസ്ത്യാനിത്വം പരിചയപ്പെടുത്താനുള്ള അവസരവും ലഭിച്ചു. 1912 സെപ്റ്റംബർ 12 സ്റ്റോക്സ് ഒരു ഇന്ത്യൻ ക്രിസ്ത്യാനി സ്ത്രീയെ വിവാഹം ചെയ്തു. ഇഗ്നസിനെ ക്രിസ്ത്യൻ ആചാരങ്ങൾ പ്രകാരം വിവാഹം ചെയ്തു. തന്റെ കുടുംബത്തിലെ വലിയ ബിസിനസിന്റെ ഏക അവകാശിയായിരുന്നു സ്റ്റോക്സ്. സ്റ്റോക്സ് കുടുംബം ആഗ്രഹിച്ചു മകൻ ഇന്ത്യയിൽ നിന്ന് തിരികെ വരണമെന്ന്. പക്ഷേ സ്റ്റോക്സ് സമ്മതിച്ചില്ല. ധീരെ ധീരെ കുടുംബത്തിലെ എതിർപ്പ് ശാന്തമായി. ഇവാൻ സ്റ്റോക്സ് ഇന്ത്യയിൽ ജീവിതം കഴിക്കാൻ ഉറച്ചതോടെ കുടുംബം അദ്ദേഹത്തിന്റെ ഈ ആവശ്യം മുന്നിൽ കീഴടങ്ങി. അവരുടെ അമ്മ ഷിമലയിലെ ബാരോബാഗില് ഏകദേശം 200 ഏക്കർ വിസ്തീർണത്തില് മൂല്യം 30,000 രൂപയുള്ള ഒരു ചായത്തോട്ടം വിവാഹ സമ്മാനമായി വാങ്ങി നൽകി. പിന്നീട് ഇവാൻ സ്റ്റോക്സ് അതിനെ ആപ്പിൾ തോട്ടമാക്കി മാറ്റി. 11,616 സ്റ്റോക്സ് അമേരിക്കയിലെ ലൂയിസിയാനയിൽ നിന്ന് ആപ്പിൾ ചെടികൾ കൊണ്ടുവന്ന് ആപ്പിൾ തോട്ടം ഒരുക്കി. ഇതോടെ ഹിമാചലിലെ ആപ്പിൾ വിപ്ലവം ആരംഭിച്ചു. ഇന്ന് ഹിമാചൽ ആപ്പിളിനായി പ്രശസ്തമായതിന്റെ മുഴുവൻ ക്രെഡിറ്റും ഇവാൻ സ്റ്റോക്സിനാണ് നൽകപ്പെടുന്നത്. ഈ നിമിഷം വരെ ഇവിടെ നടന്നുകൊണ്ടിരുന്ന കാര്യങ്ങളെല്ലാം തന്നെ വളരെ സാധാരണമായ രീതിയിലായിരുന്നു മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ അതിനുശേഷം കാര്യങ്ങൾ മാറിമറിഞ്ഞു. അതുവരെ അവിടെ ഉണ്ടായിരുന്ന അന്തരീക്ഷത്തില് അസ്വാഭാവികമായ ഒന്നും തന്നെ ആർക്കും അനുഭവപ്പെട്ടിരുന്നില്ല എന്നതാണ് സത്യം. പക്ഷെ ഇതിനുശേഷം യഥാർത്ഥ കഥ ആരംഭിക്കുന്നു. ആ ദിവസങ്ങളിൽ രാജ്യത്ത് പ്ലേഗ് രോഗം വ്യാപിച്ചിരുന്നു. പ്ലേഗ് പടർന്ന ഗ്രാമങ്ങളിൽ ആരോഗ്യവാന്മാർ അവരുടെ കുടുംബത്തിലെ രോഗികളെ ദൈവത്തിന്റെ കരുതലിൽ വിട്ട് സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് പോകുകയായിരുന്നു. ഈ സമയത്ത് ആര്യസമാജ് അംഗങ്ങൾ രോഗികളെ സേവിക്കുന്നതിലെ പകലിരാവ് മുഴുവൻ തിരക്കിലായിരുന്നു. ഈ ഭയാനക സാഹചര്യത്തിലെ ആര്യസമാജ സ്ഥാപനവുമായി ബന്ധപ്പെട്ട ഒരു സന്യാസി അല്ലെങ്കിൽ മഹാത്മാവായ പണ്ഡിറ്റ് ഗ്രൂലിയ രാംജി, അവരെ ഉള്ളില് സമൂഹ സേവനത്തിനുള്ള ഒരു അഗാധ കെളിയുണ്ടായിരുന്നു. പകലും രാത്രിയും സേവനം ചെയ്തിട്ടും ആ കെളി കൂടിക്കൊണ്ടിരുന്നതായിരുന്നു. ഒരിക്കലും തീരാത്ത സേവനക്കെളി. പണ്ഡിറ്റ് ജിയില് സമൂഹത്തിനായി ത്യാഗവും ഉത്സാഹവും നിഷ്കാമ സേവാഭാവവും ഉണ്ടായിരുന്നു. അവരുടെ ഈ ഭാവം അമേരിക്കൻ ക്രിസ്ത്യാനിയായ യുവാവ് സാമുവൽ ഇവാൻ സ്റ്റോക്സ് കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ സത്യത്തിന്റെ വാതിലുകൾ തുറന്നു. അദ്ദേഹത്തിന് മനസ്സിൽ തോന്നി, യഥാർത്ഥത്തിന് സത്യമായ മനുഷ്യ സേവനം എന്നത് ഇതാണ്. പണ്ഡിറ്റ് റുലിയാറാംജി ചെയ്യുന്നത് മനുഷ്യ സേവയുടെ സത്യവും ധർമ്മവും ഇതാണ്. ബാക്കി അവരും അവരുടെ പാദ്രിയും യന്ത്ര സമൂഹത്തിന്റെ ആജ്ഞപ്രകാരം മതപരിവർത്തന പ്രവർത്തനം നടത്തുന്നവരും. അതിൽ സ്വാർത്ഥതയും മനുഷ്യ സേവയുടെ പേരിൽ വഞ്ചനയും മാത്രമാണ്. മഹർഷി ദയാനന്ദജിയുടെ സംഭാവനയാണ് ക്രിസ്ത്യാനിയായ യുവാവ് സാമുവൽ ഇവാൻ സ്റ്റോക്സ് സത്യം മനസ്സിലാക്കി പിന്നെ വൈകാതെ തന്നെ പണ്ഡിറ്റ് റുലിയാറാംജിയെ സന്ദർശിച്ചു. പിന്നെ സ്റ്റോക്സ് പിന്നോട്ട് നോക്കിയില്ല.
അവിടെ റൂലിയ റാംജിയിലൂടെ സത്യസനാതന വൈദിക ധർമ്മത്തെക്കുറിച്ച് അറിഞ്ഞു. ത്യാഗവും സേവയുടെയും അർത്ഥം മനസ്സിലാക്കി ധർമ്മത്തിന്റെ ശരിയായ അർത്ഥം പഠിച്ചു. അതായിരുന്നു ഇന്ത്യയിൽ സ്വാതന്ത്ര്യത്തിനായി ദേശവാസികൾ തങ്ങളുടെ ജീവൻ ബലിയർപ്പിച്ച് ചരിത്രം എഴുതിയിരുന്ന കാലം. പണ്ഡിറ്റ് റൂലിയ റാംജി സാമുവൽ ഇവാൻ സ്റ്റോക്സിന് ആര്യസമാജ് ക്ഷേത്രത്തിലേക്ക് പോകാൻ പറഞ്ഞു. അവിടെ കുറച്ചു ദിവസങ്ങൾ ആര്യസമാജ് ക്ഷേത്രത്തിൽ പോയി. ഇന്ത്യയിൽ നടന്നുകൊണ്ടിരുന്ന സ്വാതന്ത്ര്യ സമരത്തില് ഒരു സൈനികനായി ചാടിക്കയറി. അദ്ദേഹം ഒരു അമേരിക്കക്കാരനായിരുന്നു. ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ശബ്ദം ഉയർത്തിയവൻ. അതായത് ആര്യസമാജ് ആശയധാരയിൽ നിന്ന് പ്രഭാവിതനായി സാമുവൽ ഇവാൻ സ്റ്റോക്സ് ഒരു വിപ്ലവകാരിയായി മാറി. അതിൽ ബ്രിട്ടീഷ് ഭരണകൂടം ഭയപ്പെട്ടു. അവസരത്തിൽ തന്നെ ബ്രിട്ടീഷ് സർക്കാർ രാജ്യദ്രോഹവും വിദ്വേഷവും പ്രോത്സാഹിപ്പിച്ചതിന്റെ പേരില് സാമുവൽ ഇവാൻ സ്റ്റോക്സിന് 6 മാസം ജയിൽ ശിക്ഷ വിധിച്ചു. പറയപ്പെടുന്നത് ചിലപ്പോൾ നല്ലതൊന്നാകുമ്പോൾ ശാപം പോലും അനുഗ്രഹമാകുമെന്നാണ്. ഇവാൻ സ്റ്റോക്സിന് ഈ 6 മാസം ജയിൽ ശിക്ഷ ബ്രിട്ടീഷ് ഭരണകൂടത്തിനും ക്രിസ്ത്യൻ മിഷനറിക്കും ശാപമായപ്പോൾ ഇന്ത്യക്കിത് അനുഗ്രഹമായി മാറി. കാരണം ജയിൽ പ്രവേശിച്ച ഉടനെ ഇവാൻ സ്റ്റോക്സിന് ഒരു പ്രത്യേക ആളുമായി കൂടിക്കാഴ്ച ലഭിച്ചു. അവിടെ ലാലാ ലാജ്പത് റായിയുമായി ഇവാൻ സ്റ്റോക്സിന് കൂടിക്കാഴ്ചയാകുന്നു. ലാലാജി ആദ്യമായി വായിക്കാൻ നൽകിയതും സത്യാർത്ഥ പ്രകാശ് എന്ന പുസ്തകമായിരുന്നു. സത്യാർത്ഥ പ്രകാശ് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവാൻ സ്റ്റോക്സ് ലാലാജിയുടെ ഉള്ളിലെ അതുല്യമായ ദേശഭക്തി കണ്ടു. മഹർഷി ദയാനന്ദ സരസ്വതിയെക്കുറിച്ച് അറിഞ്ഞു, മനസ്സിലാക്കി. സമൂഹത്തോടുള്ള അദ്ദേഹത്തിന്റെ സേവാഭാവം ഇവാനെ പ്രചോദിപ്പിച്ചു. അതിനാൽ സത്യാർത്ഥ പ്രകാശ് ആഴത്തിൽ പഠിച്ചു. ഇപ്പോ സാമുവൽ സ്റ്റോക്സ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ഏക അമേരിക്കക്കാരനായി. ജയിലിൽ വിട്ട് പുറത്തു വന്നതോടെ അദ്ദേഹത്തിന് വൈദിക ദർശനം പഠിക്കാനുള്ള ആഗ്രഹം ശക്തമായി. ഉപനിഷത്തുകള്, വേദങ്ങള്, മനുസ്മൃതി എന്നിവ പഠിച്ചു. 1932 ഒരു അത്ഭുതകരമായ സംഭവം സംഭവിച്ചു. ഇവാൻ സ്റ്റോക്സിന്റെ ഹൃദയം മാറ്റം സംഭവിച്ചു. താനെ വത്തിക്കാൻ മതവും ക്രിസ്ത്യാനിത്വത്തിന്റെ കുടുക്കിൽ നിന്ന് മോചിതനാക്കി സനാതന വൈദിക ധർമ്മം സ്വീകരിച്ച് തന്റെ പേര് സാമുവൽ ഇവാൻ സ്റ്റോക്സിൽ നിന്ന് സത്യാനന്ദ് സ്റ്റോക്സ് ആയി മാറ്റി. സത്യമായ ദൈവത്തെ തേടി യാത്ര തുടങ്ങി. അദ്ദേഹം ഇംഗ്ലീഷിൽ ഭാഗവത്ഗീത പഠിച്ചു. അതിനെ മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോൾ സംസ്കൃതം പഠിച്ചു. പിന്നെ വേദങ്ങളും ഉപനിഷത്തുകളും പഠിച്ചു. 12 ബാഗ് എന്ന സ്ഥലത്ത് തന്നെ വീട്ടിന്റെ ഒരു ഭാഗത്ത് ആര്യസമാജ് ക്ഷേത്രം സ്ഥാപിച്ചു. അതിലെ മരക്കൊമ്പുകളിൽ ഉപനിഷത്തുകളും ഭാഗവത്ഗീതയുടെയും ശിലാലേഖങ്ങൾ കൊത്തിയിട്ടു. അതായത് ഇപ്പോൾ സത്യാനന്ദ് സ്റ്റോക്സ് ഒരു വൈദിക ആര്യ മഹാത്മാവായി മാറി. ഒരു രസകരമായ കാര്യം കാണൂ. തന്റെ പേര് മാത്രമല്ല, കുടുംബത്തിലെ എല്ലാ അംഗങ്ങളുടെയും പേരുകൾ മാറ്റി. ഭാര്യ ഇഗ്നിസിന്റെ പേര് പ്രിയാദേവിയായി മാറ്റി. കുട്ടികളുടെ പേരുകൾ പ്രീതം സ്റ്റോക്സ്, ലാൽചന്ദ് സ്റ്റോക്സ്, പ്രേം സ്റ്റോക്സ്, സത്യവതി സ്റ്റോക്സ്, താര സ്റ്റോക്സ്, സാവിത്രി സ്റ്റോക്സ് എന്നിങ്ങനെയും പേരുകൾ മാറ്റി. 1937 ഹിമാചലിലെ താനേദാർ എന്ന സ്ഥലത്ത് ആര്യസമാജ് ക്ഷേത്രം നിർമ്മിച്ചത് ചരിത്രത്തിലൊരു പുതിയ അധ്യായം എഴുതിയിരുന്നു. അവരുടെ സാമ്പത്തിക സഹായത്തിനായി ആ കാലത്ത് ഇന്ത്യൻ വ്യവസായ രംഗത്തെ പ്രമുഖനായ ജുഗൈ കിഷോർ ബിർള അവരെ പ്രോത്സാഹിപ്പിക്കാൻ 25 രൂപയെ 1000 സംഭാവന നൽകി. അവരുടെ നേതൃത്വത്തിൽ നിർമ്മിച്ച ഈ ക്ഷേത്രം പരമജ്യോതി ക്ഷേത്രം അല്ലെങ്കിൽ അനന്തപ്രകാശം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. 1946 മെയ് 14 സത്യാനന്ദ് സ്റ്റോക്സ് തന്റെ മഹായാത്രയ്ക്ക് പുറപ്പെട്ടു. പക്ഷെ ഇന്നും ആ ക്ഷേത്രത്തിന്റെ മതിലുകളിൽ എഴുതിയിരിക്കുന്ന വേദങ്ങളും ഉപനിഷത്തുകളും ആര്യസമാജിന്റെ ഈ ധർമ്മരക്ഷയുടെ മഹത്വം പാടുന്ന മന്ത്രങ്ങൾ കേൾക്കാം. ഈ അതുല്യമായ മനസ്സുള്ള ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനിയെയും ആര്യ മഹാത്മാവിനെയും ആര്യസമാജ് ശതശതമായി നമിക്കുന്നു.